വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്തൊക്കെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ, ഒരുപാട് പേര് എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാലിനൊന്നും കുഴപ്പമില്ല, ഞാൻ രാവിലത്തെ കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കാതിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായക്കുള്ള കടി എന്ന് പറയുന്നത് ഉപ്പുമാവായിരുന്നു, പിന്നെ പരിപ്പ് മുരിങ്ങ കറിയായിരുന്നു, പിന്നെ ബീൻസ് തോരനായിരുന്നു, പിന്നെ എന്താണ് ഇതൊക്കെയായിരുന്നു ഇന്ന് നമ്മുടെ രാവിലത്തെ ഐറ്റംസൊക്കെ. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം കാലുകൊണ്ട് ഇങ്ങനെ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ വെച്ചെടുക്കുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. എന്നാലും ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമല്ലോ, ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാലിൻ്റെ വേദനയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ. പെയിൻ 2 ദിവസം ഞാൻ വേദന സഹിച്ചു. പിന്നെ എന്തായാലും നല്ല വേദനയ്ക്ക് കുറവുണ്ട്. അപ്പോൾ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തുടച്ചിട്ടില്ല, അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ കിച്ചൻ മോളും ആണെങ്കിലും അവർക്ക് കഴിയണ പോലെ അവരോരോന്നും ചെയ്യുന്നുണ്ട്. തത്തയാണെങ്കിലും അവളും ചെയ്യുന്നുണ്ട്. രാത്രി അലക്കിയതൊക്കെ വിരിച്ചിടാൻ രാവിലെ അവൾ മുകളിൽ കയറി അവൾ വിരിച്ചിട്ടിട്ട് പിന്നെ അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ സ്കൂളിലൊക്കെ പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടൈലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈലിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സിമെൻറ്റ് ഇതൊക്കെ വെച്ച് അങ്ങനെയും ചെയ്തു. പിന്നെ വേറെ എന്തൊരു അങ്ങനെ എന്തോ ഉപയോഗിച്ച് അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും അത് പോകില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് ആകെ പൊടി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളി കഴിഞ്ഞു. പിന്നെ മക്കൾ മുകളിൽ കൊണ്ടുപോയി തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ പോയി കയറാം കേട്ടോ. കാല് വെച്ച് നടക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു. 2 ദിവസം മാത്രം വേദന വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോയി തുണികളൊക്കെ എടുത്ത് തുടങ്ങും. അങ്ങനെ തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് വേറൊരു പ്രശ്നം ഉണ്ടായി. താത്ത സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വിളിക്കണേ അമ്മ. പിന്നെ രാവിലെ സ്കൂളിലേക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 9 മണി ആയപ്പോൾ വിളിക്കണം കേട്ടോ. അമ്മ എൻ്റെ മേലിൽ കൂടെയൊക്കെ ഇങ്ങനെ അവർക്ക് എന്താ പറയുക, ഇങ്ങനെ അലർജി പ്രശ്നമുള്ള ആളാണ്. ചില ഫുഡ് കഴിച്ചാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് മേൽക്കൂടെയൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട്. അമ്മ വരുമോ എന്ന് ചോദിച്ചു. സ്കൂളിൽ പോയി അവളെ കൊണ്ടുവന്നു, ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ ഒരു മണിക്കൂർ വീട്ടിലിരുന്നു. അപ്പോൾ അവൾ ക്ലാസ്സിന് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചറെ വിളിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്നുള്ളത്. ബാഗ് പിന്നെ അവൾ സ്കൂളിൽ വെച്ചിരുന്നു. ഡോക്ടറെ കാണിച്ച് ഏതായാലും വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ സ്കൂളിൽ തന്നെ കൊണ്ടുവിട്ടു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ടൈലിൻ്റെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ഇത് എന്താണെന്നറിയില്ല. ഞാൻ ഡോക്ടറോട് ബ്ലഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യല്ലേ, വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇല്ല കുഴപ്പമില്ല, ഇത് കുട്ടികൾക്ക് അങ്ങനെ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ കൂടെ ഇപ്പോൾ ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു പേടിയാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് പൊടി അങ്ങനെയുള്ളതൊക്കെ തട്ടിയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അലർജി എന്ന് പറയുമ്പോൾ മൈദ ഐറ്റംസ് കഴിച്ചാലേ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഉപ്പുമാവ് കഴിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുളിയും തുണികൾ മടക്കിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ലൈവൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ലൈവൊക്കെ പോയത്. പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് ഒരു 100 രൂപയ്ക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി വെച്ചു. അത് പിന്നെ ഇന്ന് രാവിലത്തെ ഞാനതിൽ കാണിക്കാതിരുന്നതാണ്, ഇന്നുണ്ടാക്കിയതല്ലല്ലോ ഇന്നലത്തെ അല്ലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ അപ്പോൾ നമ്മൾ ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അങ്ങനെ ചിക്കനൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കിട്ടുമല്ലോ. നമ്മളോട് 50 രൂപയ്ക്കാണെങ്കിലും കിട്ടും കേട്ടോ. അത് എത്ര ഉണ്ട്, ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ ഇപ്പോൾ വിലയൊക്കെ കുറഞ്ഞുകൊണ്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അത്യാവശ്യം ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുട്ടിയൊക്കെ കൊടുത്തയച്ചത് ബീൻസും ക്യാരറ്റൊക്കെ ഇട്ട് തോരൻ വെച്ചതായിരുന്നു. പിന്നെ പരിപ്പും മുരിങ്ങയും കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടെ കുറച്ച് പരിപ്പും കൂടെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഒരു തേങ്ങ അരയ്ക്കാതെ വെറുതെ വേവിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ ആ ചിക്കൻ്റെ 2 കഷ്ണം അതും എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. അച്ചാറിൻ്റെ താഴെ ഭാഗം അതിൻ്റെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു നാരങ്ങേൻ്റെ പീസ് കൊടുത്തു. അപ്പോൾ ഇനി ചോറുണ്ണണം. പിന്നെ പിന്നെ മക്കൾ വരാനാകുമ്പോഴത്തേക്ക് പിന്നെ ചക്കരക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചാട്ടോ. അത് നന്നായിട്ടുണ്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഒന്നും അവർ കുടിക്കുകയൊന്നുമില്ല, എന്നാലും ചക്കരക്കിഴങ്ങ് ചിലപ്പോൾ തിന്നും. പിന്നെ ചോറും ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അതൊക്കെ ആവും തിന്നുക. എന്തായാലും അവർ വന്ന ഉടനെ കഴിക്കുന്നില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ വർക്കേരിയൻ്റെ ഭാഗം, വർക്കേരിയ മീൻസ് അതായത് ബാൽക്കണിയില്ലേ അവിടെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ കിച്ചുമോൾ വന്നപ്പോൾ അവൾ കുളിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ അവിടെ തുടച്ചിട്ടിട്ട് കുളിക്കാട്ടോ എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം മാത്രമേ തുടയ്ക്കാത്തുള്ളൂ കേട്ടോ, ബാക്കി എല്ലായിടും ഞാൻ തുടച്ചതാണ്. അപ്പോൾ അത് അവൾ തുടക്കുക കേട്ടോ. അവളെ ഡ്രസ്സ് അവൾ അലക്കിയിട്ടുണ്ട്, അപ്പോൾ അതവൾ വിരിച്ചിടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും മുകളിലേക്ക് വന്നാണ് കേട്ടോ. കാലിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ കെട്ട് മാത്രമേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നെയിലിനൊരു എന്തായാലും ഒരു സെക്യൂരിറ്റി ആയല്ലോ, കാരണം വേറെ പൊടികളൊന്നും അതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കെട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാൻ. കുഴപ്പമൊന്നുമില്ല. കിച്ചുമോളെ കൂടെയായി കഴിഞ്ഞു. കിച്ചുമോളെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ അവിടെ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബ് കണ്ടിട്ട്, കുറേ പേര് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൽ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. അറിയില്ല, നോക്കണം. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്ന് മറന്നു പോകരുത്. ഇന്ന് രാവിലത്തെ കുക്കിംഗ് ഒന്നും പിന്നെ ഞാൻ കാണിക്കാതിരുന്ന കേട്ടോ. നമ്മൾ ഈ കാലൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ വിശേഷങ്ങളൊന്നും കാണിക്കാത്തത്. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.